സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി ഇപ്പോൾ അകൽച്ചയിലാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു നിയന്ത്രണത്തിലാവാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടിയുടെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കുക, അത് അവർക്ക് ഏറ്റവും അടുത്ത വ്യക്തികളാകാം, അതല്ലെങ്കിൽ അവർക്ക് പുതിയതായി സ്നേഹം തോന്നിയ വ്യക്തികളാകാം, അങ്ങനെ മറ്റാരും ആവാം. അത് ആ ഒരു വ്യക്തിയുടെ വാക്കിലോ അല്ലെങ്കിൽ അവർ പറയുന്നതിലോ വിശ്വസിച്ചോ അല്ലെങ്കിൽ അതുമായി അവരോടുള്ള ഇഷ്ടം കൊണ്ടോ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരുപാട് സ്നേഹം തന്നിട്ട് പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാനസികമായിട്ട് നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ വ്യക്തി തിരിച്ച് നമ്മുടെ കൂടെ വന്നു നിന്നാൽ മാത്രമേ മനസ്സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ആരാണ് ആ തേർഡ് പാർട്ടി, എന്താണ് അതിന് കാരണം, തേർഡ് പാർട്ടി തന്നെ ആണോ ഇതിന് നമ്മളിൽ നിന്ന് അകന്നു പോകാനുണ്ടായ കാരണം എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എന്നിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും കഴിയും. കാരണം അവരില്ലാതെ ചില ആളുകൾക്ക് എത്രയൊക്കെ അവർ തെറ്റ് ചെയ്താലും ക്ഷമിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാവും. കാരണം അവരില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ജോലിയാണെങ്കിലും ഉറങ്ങുന്നതാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പോലും ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. എപ്പോഴും ഇതേ ചിന്തയായിരിക്കും. കാരണം ഒരുപാട് നല്ല രീതിയിൽ നമ്മളോട് സ്നേഹം കാണിച്ച വ്യക്തി പിന്നീട് പല കാരണങ്ങളും കുറ്റങ്ങളും കണ്ടെത്തി അവർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ അത് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ഡിപ്രഷനിലേക്കും മറ്റസുഖങ്ങളിലേക്കും വരെ പോകും. അതിൽ നിന്ന് കരകയറണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ കൊണ്ടുവരിക. അവർക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ഏതാണോ ആ തേർഡ് പാർട്ടി നിയന്ത്രിക്കുന്നത് ആ തേർഡ് പാർട്ടിയെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് അതിനുള്ളൊരു പരിഹാര മാർഗം. അതല്ലാതെ നിങ്ങൾ ആലോചിച്ചും വിഷമിച്ചും നിങ്ങൾ കാത്തിരുന്നു കാലം സമയം കഴിച്ചിട്ട് കാര്യമില്ല. ഒന്നുകിൽ അവരെ വേണ്ടാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് അതിനുള്ളൊരു മാർഗം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ആ കാര്യം ചെയ്ത് സന്തോഷമായി മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.